guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 +2 HSC വിദ്യാർത്ഥികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. പരമാവധി കുട്ടികളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. എങ്ങനെയാ നമ്മൾ പറയുക, വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, +1 ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഓണപരീക്ഷ വരുന്നുണ്ട്. +2നും ഓണപരീക്ഷയുണ്ട്. എന്നാൽ ഓണപരീക്ഷ ഇല്ല, പ്രത്യേകിച്ച് +1കാർക്ക് ഓണപരീക്ഷ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാർ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? MS-ന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? MS എപ്പോഴും നോക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ +1ൽ ഓണം എക്സാം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റായൊരു വാർത്തയാണ്. നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായൊരു വാർത്തയാണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം തന്നെ +2ലും കഴിഞ്ഞ വർഷം ഓണപരീക്ഷ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നറിയോ, കഴിഞ്ഞ വർഷം +1ൽ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പോർഷൻസ് കവർ ചെയ്യുവാനുള്ള ഒരു ഗ്യാപ്പ് നമ്മുടെ ടീച്ചേഴ്സിന് ലഭിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു നടന്നത്. ഓഗസ്റ്റ് 1-ാം തീയതിക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുകയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഓഗസ്റ്റ് 31 വരെ അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഏകദേശം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 17-ാം തീയതി ഓണപരീക്ഷ വന്ന സമയത്ത് സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ഒരു യൂണിറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുകയായിരുന്നു. അവർ പറയുന്ന പോർഷൻസ്, അവരെടുത്തിരിക്കുന്ന പോർഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു സ്കൂൾ വൈസ് എക്സാം ആയിരുന്നു നടന്നത്, അല്ലെ ക്ലാസ് വൈസ് ഒരു എക്സാം ആയിരുന്നു നടന്നത്. അല്ലാതെ കേരളത്തിലെ 14 ജില്ലകളിലും ഒരേ സമയത്ത് പാദവാർഷിക പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ +2കാർക്കും സ്കൂളിൽ വെച്ച് തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. ഈ കഴിഞ്ഞ വർഷം +1നും +2നും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത് ആരല്ലായിരുന്നു? ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പല്ല. കഴിഞ്ഞ വർഷം സ്കൂൾ തല എക്സാമാണ് നടന്നത്. ഓക്കെ, ഇനി ഈ വർഷത്തെ കേസിലേക്ക് വരുമ്പോൾ, ഈ വർഷം നമ്മുടെ +1ലെ മുത്തുമണികൾ ചേർന്നത് എപ്പോഴെന്നറിയോ? ജൂൺ 24-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞുകൊണ്ട് മെയിൻ അലോട്ട്മെൻറ്റുകളായ ഈ 3 അലോട്ട്മെൻറ്റുകളിലും സീറ്റ് ലഭിച്ച കുട്ടികൾക്ക് ജൂൺ 24-ാം തീയതി ക്ലാസ് തുറന്നു. അതിനുശേഷമാണ് ജൂൺ കഴിഞ്ഞ് ജൂലൈ 4-ാം തീയതിയൊക്കെ തൊട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ സപ്ലിമെൻ്ററി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സപ്ലിമെൻ്ററിയും മെഗാ ട്രാൻസ്ഫറും ഒക്കെ നടന്നിരിക്കുന്ന മാസമായിരുന്നു ഈ ജൂലൈ മാസം. ഈ ജൂലൈ മാസത്തിൽ സപ്ലിമെൻ്ററിയും ട്രാൻസ്ഫറും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സ്കൂളുകളിൽ പ്രത്യേകപരമായിട്ട് ബാച്ചുകളായി തരംതിരിക്കുന്ന ഒരു ചടങ്ങും കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റിയേക്കാൾ അപ്പുറത്തേക്ക് പുതിയ ബാച്ചുകൾ അനുവദിച്ചപ്പോൾ അതിൻ്റേതായ പ്രയാസ പ്രതിസന്ധികളിലൂടെയായിരുന്നു നമ്മുടെ കേരളത്തിലെ സ്കൂളിലെ അധ്യാപകർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഇതിനിടയിലൂടെ ജൂലൈ നമ്മുടെ വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുകളും അതിതീവ്ര മഴയൊക്കെ കനത്ത സാഹചര്യത്തിൽ ഒരുപാട് അവധി ദിവസങ്ങൾ വരികയും ചെയ്തു. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഓണം എക്സാം +1 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ സ്കൂൾ വൈസ് യൂണിറ്റ് ടെസ്റ്റ് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എന്നാൽ ഇതുവരെ പാദവാർഷിക പരീക്ഷ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് ഗവൺമെൻറ് പറയേണ്ട ആവശ്യമില്ല. കാര്യം അത് റൂളാണ് നടത്തണം എന്നുള്ളത്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങൾ കാരണത്താൽ ഈ വർഷം ഓണപരീക്ഷ എല്ലാ സ്കൂളുകളിലും നടത്തുവാൻ ഗവൺമെൻറ്റിന് നേരിട്ട് നടത്താൻ കഴിയില്ല. സ്കൂൾ തല എക്സാം നടക്കട്ടെ, അതിൻ്റെ മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അയച്ചു തരൂ എന്നായിരിക്കും മേ ബി കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ പറയലുണ്ടാവുക. അപ്പോൾ എക്സാം ഇല്ലേ? ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇപ്പുറത്ത് A എന്ന് പറയുന്ന സ്കൂളുണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഈ 3 സ്കൂളിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണോ? അല്ല, 3 സ്കൂളിലും 3 തലത്തിലായിരിക്കും. കാര്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സ്കൂളിലൊക്കെ അധ്യാപകരാണ് എക്സാം നടത്തുക. ഇനി എക്സാം നടത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ ഉറപ്പിച്ച് പറയാം, നടത്തും. കാര്യം എക്സാം നടത്തിയെങ്കിൽ മാത്രമേ ഈ കുട്ടികളുടെ നിലവാരം എന്ത് എന്നുള്ളത്, ഇപ്പോൾ പല കുട്ടികളും വന്നു, പല രീതികളിലും ട്രാൻസ്ഫറിലൂടെയും സപ്ലിമെൻ്ററിലൂടെയും ഒക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് കുട്ടികൾ എന്ന് ഒരു ക്ലാസ് റൂമിലെ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചറിന് ഇപ്പോൾ പറയാൻ പറ്റൂല. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നോക്കിയിട്ടൊന്നും ബെസ്റ്റ് കുട്ടി എന്ന് പറയില്ല. അപ്പോൾ ഓണം എക്സാം നടത്തണം. അത് യൂണിറ്റ് എക്സാം വൈസ് ടീച്ചേഴ്സ് ആയിരിക്കും അത് നടത്തുക. ഒരിക്കലും ഗവൺമെൻറ്റിന് നടത്താനുള്ള ഒരു എന്താ പറയുക, ടൈം ഇല്ല. ഗവൺമെൻറ് നടത്താനുള്ള ടൈം ഇല്ല എന്ന് തന്നെ ഒറ്റയടിക്ക് പറയാം. പക്ഷേ 99% സാധ്യതയും സ്കൂളുകാരെ നിങ്ങൾ നടത്തിക്കോളൂ എന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരും കേട്ടോ. കഴിഞ്ഞ വർഷം അങ്ങനെ ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ വരാനാണ് സാധ്യത. അത് വരുന്നത് വരെ
ഗവൺമെൻറ് ആയിരിക്കും എക്സാം നടത്തുന്നത്. അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ല എങ്കിൽ ഗവൺമെൻറ് തന്നെ എക്സാം നടത്തണം, അത് റൂളാണ്. കാര്യം നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് എന്താ പറയുക, വാർഷിക പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഫീസൊക്കെ കൊടുക്കുന്നതാണല്ലോ, എല്ലാം വരും, PTA ഫണ്ടൊക്കെ അതിൽ വരും. ഇനി ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 6-ാം തീയതി ഇന്ന് തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം ഇന്നലെയാണ് സെക്കൻഡ് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വന്നത്. ഇന്ന് അഡ്മിഷനൊക്കെ എടുത്തു. നാളെ തൊട്ട് എന്ത് ചെയ്യും, നാളെ 7-ാം തീയതി തൊട്ട് ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസം കൊണ്ട് 1-2 ചാപ്റ്റേഴ്സൊക്കെ +1 തീർക്കാൻ കഴിയുള്ളൂ. അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും. അതുകൊണ്ട് ഗവൺമെൻറ്റിന് നേരിട്ട് നടത്താൻ പ്രയാസമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ അതിനുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ വരുന്നത് വരെ പാദവാർഷിക പരീക്ഷ ഗവൺമെൻറ് നടത്തുമെന്ന് വേണം പറയാൻ. ഇനി കുട്ടികളെ മടിയന്മാരാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ നടത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ പഠിക്കാതിരുന്നാലുള്ള ഒരു പ്രശ്നം, ഓണപ്പരീക്ഷ എന്തായാലും ഒന്നുകിൽ ഗവൺമെൻറ് നടത്തും, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് നടത്തും. ഇത് 2 നടത്തിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമല്ലോ. ആ മാർക്ക് എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്തിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിലേക്ക് അത് എത്തണം. ഇനി അത് വെച്ചിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് CE മാർക്കൊക്കെ ചിലപ്പോൾ ഇടുന്നുണ്ടാവും, ചിലപ്പോൾ നല്ല ഇടുക. ഓക്കെ, CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷനാണ്, നിരന്തര മൂല്യനിർണ്ണയമാണ്. നിങ്ങൾ കൃത്യമായി എക്സാമുകൾ എഴുതുന്നുണ്ടോ, അറ്റൻഡൻസ് നിങ്ങൾ കൃത്യമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, നിങ്ങൾ സ്കൂളിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ടീച്ചേഴ്സ് CE മാർക്ക് കിട്ടുക. ആ CE മാർക്കിൽ ഏറ്റവും പ്രധാന ഘടകം ഓണം എക്സാമും ക്രിസ്മസ് എക്സാമുമാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. ഓക്കെ, വേറൊന്നും പറയാനില്ലല്ലോ. ഉണ്ട്. +2 കുട്ടികൾക്ക് എക്സാം ഉണ്ടോ? +2 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ +2കാരോടും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ടീച്ചേഴ്സ് നിങ്ങൾ നടത്തിക്കോളൂ. പക്ഷെ അത് ഈ വർഷം പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം കൃത്യമായി സ്കൂളുകളിൽ പോയിരിക്കുന്നത് ആരാ? നമ്മുടെ +2 പഠിക്കുന്ന കുട്ടികളാണ്. +2 പഠിക്കുന്ന കുട്ടികളും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമാണ് വളരെ കൃത്യമായി സ്കൂളിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് മേ ബി 10-ാം ക്ലാസ്സും +2വും നേരിട്ട് ഒരു പാദവാർഷിക പരീക്ഷ ഗവൺമെൻറ് നടത്താനുള്ള സാധ്യത 80%. അതുകൊണ്ട് +2കാർക്ക് പാദവാർഷിക പരീക്ഷ ഗവൺമെൻറ്റും, +1കാർക്ക് അതത് സ്കൂളിലെ അധ്യാപകരുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഫൈനൽ കൺഫേം ആവണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മറുപടി വരണം. അത് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ അറിയിക്കും. അപ്പോൾ ഇനി സംശയമൊന്നും വേണ്ട. ഓണപ്പരീക്ഷ ടീച്ചേഴ്സ് നടത്തിയാലും ഗവൺമെൻറ് നടത്തിയാലും മാർക്ക് നോക്കിയിട്ട് മാത്രമേ നിങ്ങളുടെ CE മാർക്കും അതുപോലുള്ള മറ്റ് പല കാര്യങ്ങളും വിലയിരുത്തുകയുള്ളൂ എന്ന് കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ പഠിക്കണോ, പഠിക്കണ്ടേ? പഠിച്ചിരിക്കണം. ശരിയാണല്ലോടാ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.